ഒരു ചിക്കൻ ബിരിയാണി കഥ കേട്ടാലോ? ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. മറ്റൊരു സ്പെഷ്യൽ കൂടിയുണ്ട്. ഇന്നത്തെ ബിരിയാണി ഞാൻ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തതാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. എപ്പോഴും ചേട്ടനാണ് ഈ ബിരിയാണി ഐറ്റംസൊക്കെ എപ്പോഴും ചെയ്യാറ്. ഞാൻ അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് പതിവിലും വിപരീതമായിട്ട് ചേട്ടൻ വരാൻ ഒരുപാട് താമസിച്ചതുകൊണ്ട് പിന്നെ ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ ചെയ്തതാണ്. ആദ്യം നമ്മൾ കണ്ട ചിക്കനിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ മുളക് പൊടി, കുറച്ച് മസാല, കുറച്ച് ഉപ്പ്, തൈര് ഇതൊക്കെ ചേർത്തൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉള്ളി എടുക്കുക. നമുക്കറിയാം നമ്മുടെ ചിക്കൻ എത്രയാണോ അതിനനുസരിച്ചൊരു 2 കിലോ അടുപ്പിച്ചൊക്കെ ചിക്കൻ ആണെങ്കിൽ ഒരു 8 സവാളയൊക്കെ വേണ്ടി വരും. അത് നമ്മൾ ആ എടുക്കുന്ന സവാളയ്ക്ക് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യൂ. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നവർ ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അത് ഭയങ്കര തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ നോക്കണം. കട്ട് ചെയ്തിട്ട് കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കണം. കുറച്ച് നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ടും എടുക്കണം. കുറച്ച് നമ്മൾ ബിരിയാണിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്ന രീതിയിലും എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസൊന്നും ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല കേട്ടോ. സ്വന്തമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനങ്ങ് മറന്നു പോകുമായിരുന്നു. പലതും ചെയ്യുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അങ്ങ് പറയുകയാണിത്. ഉള്ളി അരിഞ്ഞ് ഒരു ഗോൾഡൻ കളറിൽ ആദ്യം അതിൽ നിന്നൊരു കുറച്ചെടുത്തിട്ട് ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ എണ്ണയിലിട്ട് വറുത്ത്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളി വഴറ്റാനായിട്ട് എടുക്കണം. ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ പച്ചമുളക്, ഞാൻ നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചപ്പോൾ മാത്രം ഒരു കുഞ്ഞ് മുളക്, നമ്മുടെ ചുമന്ന മുളക് ചേർത്തിട്ടേ ഉള്ളൂ. ബാക്കി മുളക് മൊത്തം ഞാൻ പച്ചമുളകും കുരുമുളകുമാണ് ചേർത്തിട്ടുള്ളത് ചിക്കനിൽ. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മസാല റെഡിയാക്കാൻ പോവുകയാണ്. മസാല റെഡിയാക്കുമ്പോൾ ആദ്യം ഉള്ളി ഒരു 2-3 തവണ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചേക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് ആവശ്യത്തിനുള്ളത് ചേർക്കണം കേട്ടോ. അത് മൂടി മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ളി ഒരു പഴുവം പോലെ വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും ചതച്ചത് അതിനകത്ത് ചേർക്കുക. ചതച്ച് ചേർക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളകും ഉള്ളിയും, അതായത് വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ ജാറിനകത്ത് എടുത്തിട്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഞാൻ പറയട്ടെ, ഈ ഉള്ളി വഴറ്റാനെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാ ബിരിയാണി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്നുകിൽ സൺഫ്ലവർ യൂസ് ചെയ്യുക, അതായത് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യാം. ഡാൽഡ ചേർക്കാം, സൺഫ്ലവർ കുറച്ച് ചേർക്കാം, പിന്നെ നെയ്യും കൂടിയാണ് നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്നിലും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഉള്ളി വഴറ്റി ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചതല്ല, വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കുറവായിരിക്കും. ചിക്കൻ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ചിക്കനകത്തൊന്നും വെള്ളം ഇറങ്ങാനുണ്ടാവില്ല. അപ്പോൾ കുറേശ്ശെ നമ്മൾ എന്ത് ചെയ്യണം, ആ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ വീണ്ടും അതിലേക്ക് അടപ്പ് മാറ്റിയിട്ട് മസാല ചേർക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കൻ മസാലയും അല്ല, നമ്മൾ വറുത്ത് പൊടിക്കുന്ന മസാല ഉണ്ടല്ലോ, ആ മസാലയും പിന്നെ കുരുമുളകും ഒക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് വീണ്ടും മൂടി കൊണ്ട് അടച്ച് വയ്ക്കുക. എല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോഴത്തേക്ക് ആ ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ നമ്മൾ മുടി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ആയി വന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ജീരകശാല കുഞ്ഞരിയാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ജീരകശാല അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചേക്കണം. പിന്നെ ഒരു നാരങ്ങ ഉണ്ടാവണം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗ്രാമ്പൂ, ഏലം അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ച് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അരി കുതിർത്ത് ഇങ്ങനെ വെച്ചേക്കുക. അരി കുതിർത്ത് വെക്കുന്ന സമയം കൊണ്ട് നമ്മൾ അടപ്പിലേക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ അരി ആ വെള്ളത്തിലേക്ക് ഇടാൻ പാടുള്ളൂ. വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാരങ്ങ മേടിച്ച് വെച്ച്, ചെറുനാരങ്ങ മുറിച്ചിട്ട് ആ ഒരു നാരങ്ങയുടെ നീര്, ആ കുരു അതിനകത്ത് പോകാൻ പാടില്ല കേട്ടോ. നാരങ്ങ നീര് മാത്രമേ അതിനകത്തേക്ക് ആ വെള്ളത്തിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. വെള്ളത്തിലേക്ക് ചേർക്കുക. പിന്നെ ഒരു ശകലം നെയ്യ് വേണമെങ്കിൽ ചേർക്കുക. ആ സമയത്ത് ചേർക്കുന്നവർക്ക് ചേർക്കാം.
പിന്നെ നമ്മുടെ ആ ഗ്രാമ്പൂ, ഏല, പട്ടം അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയില്ലേ മറ്റേ എണ്ണയിൽ വഴറ്റി എടുത്തിട്ട് അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. അതല്ല നോർമലായിട്ട് എങ്ങനെയാണെന്ന് ഇടുന്നത് അതുപോലുള്ളവർക്ക് അങ്ങനെയും ഇടാം. ഇട്ടതിന് ശേഷം വീണ്ടും അതിന് ശേഷം വേണം നമ്മൾ അരി അത് കഴുകി മാറ്റിയ അരി കഴുകി മാറ്റി നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം എന്ന്. ആ വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റൊക്കെ മതി. വെള്ളത്തിൽ 10 മിനിറ്റൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് നല്ലതായിട്ട് കഴുകി ആ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പ എടുത്തിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കണം, അരിയുടെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്, ഒന്ന് തോർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ആ തോർന്ന് കിട്ടിയ അരി വേണം നമ്മൾ ഈ ചൂടുവെള്ളത്തിലേക്ക് ഇടാനും. വെള്ളത്തിലേക്ക് ഇട്ട് പിന്നെ നമ്മൾ ആ അരിയുടെ അടുത്തുനിന്ന് മാറാനേ പാടില്ല. അരിയുടെ വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന സമയത്ത് പെട്ടെന്ന് അത് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അരി വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. പരുവത്തിനനുസരിച്ച് വേവുന്നതിനനുസരിച്ച് ഒരു 3/4% വേവ് നമുക്ക് തോന്നുമ്പോൾ അത് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചോറെടുത്ത് മാറ്റി വയ്ക്കുക. എന്നുവെച്ചാൽ അരിപ്പയിൽ കണ്ണാപ്പ ഉണ്ടെങ്കിൽ വലിയ കണ്ണാപ്പയിലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അരി ഒരു വെള്ളമൊക്കെ മാറി ഇതായതിനു ശേഷം നമ്മൾ ദമ്മിടണം. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാലിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് ഞാൻ ഇളക്കി വെച്ചിരിക്കുന്നതാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയുടെ ചോറുണ്ടാക്കുമ്പോൾ ചിലയിടത്തുണ്ടല്ലോ നല്ല മഞ്ഞ ഇതിലായിരിക്കുന്നത്, അപ്പോൾ അത് ഒരു പ്രത്യേക ഭംഗി കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇലകളൊക്കെ മുറിച്ച് വെച്ചിരിക്കുക. ഇനി ദമ്മിടുന്ന പ്രോഗ്രാമാണ് അടുത്തത്. നമ്മുടെ മസാല ആദ്യം എന്ത് ചെയ്യണം, ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, അതൊക്കെ മറന്നുപോയി വീഡിയോ എടുക്കുന്നത്. ഇതുപോലെ ആദ്യം മസാല അടിയിൽ വയ്ക്കുക, അതിനുശേഷം കുറച്ച് ചോറ് വിതറുക. പിന്നീട് നമ്മൾ കിസ്മിസും അതുമൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ, വറുത്ത് കോരി വെച്ചിരിക്കണം. പിന്നെ അതിൽ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇടണം. ഇലയും ഈ കിസ്മിസൊക്കെ മാറ്റിയതും പിന്നെ നമ്മുടെ ഉള്ളി ഗോൾഡൻ കളറിൽ മാറ്റി വെച്ചതും ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടണം. അതിനുശേഷം നമ്മൾ എസൻസ്, ഞാൻ ബിരിയാണി എസൻസാണ് വാങ്ങിച്ചത്, അതും ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പാകത്തിലെടുക്കുന്നത്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാതായിപ്പോയി, സ്വന്തമായിട്ട് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് ചോറിൻ്റെത് എടുക്കാനും ഞാൻ വിട്ടു. കിട്ടിയ പാടെ ഞാൻ വെച്ചത് എങ്ങനെ ഉണ്ടെന്ന്, നല്ല ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതങ്ങ് മടിച്ചായി കേട്ടോ, അതൊന്നും ഞാൻ എടുത്തില്ല. നല്ല ഭംഗിയായിരുന്നു, കാണാനും ഭംഗിയായിരുന്നു, കഴിക്കാനും ഭംഗിയായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ. അറിഞ്ഞൂടാത്തവരൊക്കെ ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ, സീ യു.